നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ സന്തുഷ്ടനാണ്. സമാനതകളില്ലാത്ത വിജയം NDA ബീഹാറിൽ കൊയ്തെടുത്തു. ഇന്ത്യയുടെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ മൂലക്കിരുത്തുക മാത്രമല്ല, RJDയെ തച്ചു തകർക്കാനും NDAക്ക് കഴിഞ്ഞു. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് NDA സംസ്ഥാനത്ത് കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. 208 സീറ്റുകളുടെ എണ്ണം കടന്നതോടെ തുടർച്ചയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള NDAയുടെ വാദത്തിന് അനുകൂലമായ വിധി. ദീർഘവും ശക്തവുമായ പോരാട്ടം. പക്ഷേ അന്തിമ കണക്കുകൾ മറ്റ് സംശയങ്ങൾക്കിടവരുത്തുന്നില്ല. പരീക്ഷണങ്ങളെക്കാൾ പരിചിതമായ ഒരു നേതൃത്വം, പ്രവചനാതീതമായ ഒരു ഭരണ മാതൃക. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഈ വിജയം ബീഹാറിലെ ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചത്. വിജയത്തിന് പിന്നിൽ 7 കാരണങ്ങളാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടലിൽ. NDA വിജയിച്ച 7 കാരണങ്ങൾ അത് മഹാസഖ്യത്തിൻ്റെ പരാജയത്തിന് കാരണമായി. വോട്ടർമാരെ സ്വാധീനിച്ച വികസന വിവരണം തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഇരട്ട എഞ്ചിൻ സർക്കാർ അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ, ക്ഷേമ ആനുകൂല്യങ്ങൾ, വൈദ്യുതി വികസനം എന്നിവ ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ NDA വിജയിച്ചു. ഗ്രാമീണ മേഖലകളിലെ വികസനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിയായിരുന്നു NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇടത്തരം വരുമാനക്കാർക്കിടയിലും താഴ്ന്ന വരുമാനക്കാർക്കിടയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ NDAക്ക് വികസന മുദ്രാവാക്യം കൊണ്ട് കഴിഞ്ഞു. രണ്ടാമത് വിജയകാരണം മറ്റൊന്നുമല്ല, നേരത്തെയുള്ളതും പ്രശ്നരഹിതവുമായ സീറ്റ് പങ്കിടൽ. സാധാരണഗതിയിൽ ബീഹാറിലെ സഖ്യകക്ഷികളെ അലട്ടുന്ന പതിവ് സംഘർഷങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ പാർട്ടിയും രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുമൊക്കെ തമ്മിൽ പരസ്പര വിശ്വാസമില്ലാത്ത സീറ്റ് പങ്കിടൽ പലപ്പോഴും BJPക്കിടയിലും നിതീഷ് കുമാറിനിടയിലും നമ്മൾ കാണാറുണ്ട്. എന്നാൽ പതിവ് സംഘർഷങ്ങൾ ഇക്കുറി ഒഴിവാക്കിക്കൊണ്ട് BJPയും JDUവും സീറ്റ് വിഭജനം വളരെ നേരത്തെ പൂർത്തിയാക്കി. ഇരു പാർട്ടികളും 101 സീറ്റുകൾ വീതം മത്സരിച്ചു. സന്തുലിതാവസ്ഥയെ തന്നെയാണ് അവ സൂചിപ്പിച്ചത്. തങ്ങളുടെ സഖ്യത്തിലെ ചെറിയ പങ്കാളികളായ LJP, HAM, RLM എന്നിവയും തങ്ങൾ എന്തിനു പോരാടുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഈ ഐക്യബോധം NDAയെ കൂടുതൽ സുഗമവും പ്രകോപിതവുമായ പ്രചരണം നടത്താൻ സഹായിച്ചു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വിശാലമായ ജാതി സംയോജനം സാധ്യമാക്കാൻ NDAക്ക് ഇക്കുറി കഴിഞ്ഞു. പരമ്പരാഗതമായി തങ്ങളുമായി യോജിക്കാത്ത വിഭാഗങ്ങളിൽ നിന്ന് NDA പിന്തുണയാർജിച്ചു ഇക്കുറി. BJP തങ്ങളുടെ ഉയർന്ന ജാതി അടിത്തറ നിലനിർത്തിയപ്പോൾ JDU, EBC, മഹാദളിത് സമുദായങ്ങൾക്കിടയിൽ അതിൻ്റെ സ്വാധീനം പുനരുജ്ജീവിപ്പിച്ചു. ജാതി ഗ്രൂപ്പുകളിൽ ഉടനീളമുള്ള സ്ത്രീകളും സഖ്യത്തിന് വ്യക്തമായ മുൻഗണന നൽകി. ഈ വ്യാപക പിന്തുണ മഹാഗത്ബന്ധന്റെ ചില വോട്ട് ബാങ്കുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പിടി ദുർബലപ്പെടുത്തി അവയെ കൂടുതൽ അപകടകരമാക്കി. സ്ത്രീ വോട്ടർമാരും യുവാക്കളും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖ്യ പങ്ക് വഹിച്ചത്. സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് NDAക്ക് വളരെയധികം ഗുണം ചെയ്തു. മെച്ചപ്പെട്ട സുരക്ഷ, സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ക്ഷേമ പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണത്തിന് നിതീഷ് കുമാർ ദീർഘകാലമായി നൽകുന്ന ഊന്നൽ എന്നിവയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി NDA ഉപയോഗപ്പെടുത്തി. യുവ വോട്ടർമാർ, പ്രത്യേകിച്ച് ആദ്യമായി വോട്ട് ചെയ്യാനെത്തുന്നവർ, പ്രതിപക്ഷത്തിൻ്റെ വാഗ്ദാനത്തേക്കാൾ സ്ഥിരതയും ശക്തവുമായ ഒരു ഭരണത്തെ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തു. ഏറ്റവും ശക്തമായ ഘടകം നിതീഷ് കുമാർ തന്നെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ അനവധി മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ നിതീഷ് കുമാറിൻ്റെ വ്യക്തിപരമായ പ്രതിച്ഛായ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ക്രമസമാധാനം മെച്ചപ്പെടുത്തുന്നതിനും മദ്യനിരോധനം നടപ്പിലാക്കുന്നതിലും വിദ്യാഭ്യാസത്തിലും സ്ത്രീക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും അദ്ദേഹം ചെലുത്തിയ പ്രശസ്തി JDUവിന് നിർണായകമായി വോട്ടർമാരെ നിലനിർത്താൻ ഇടവരുത്തി. പ്രതിപക്ഷത്തിന് ഒരുവിധത്തിലും എതിർക്കാൻ കഴിയാത്ത നങ്കുരമായി NDAയെ നിലനിർത്തുന്നതിൽ നിതീഷ് വിജയിച്ചു. 2005 മുൻപുള്ള ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള NDAയുടെ ആവർത്തിച്ചുള്ള പരാമർശം അതുതന്നെയാണ് ജംഗിൾ രാജ് വീണ്ടും ഓർമ്മകളിലേക്ക് എത്തിക്കാൻ NDAക്ക് സാധ്യമായത്. നിലവിലെ പോലീസ് പരിതസ്ഥിതിയും ഭയത്തിൻ്റെ മുൻകാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നഗരകേന്ദ്രങ്ങളിലും ചെറുപട്ടണങ്ങളിലും കുടിയേറ്റക്കാർക്കിടയിലും വലിയ പങ്കാണ് വഹിച്ചത്. പല വോട്ടർമാരും, പ്രത്യേകിച്ച് പ്രായമായ കുടുംബാംഗങ്ങൾ, ഇപ്പോഴും ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പേറി ജീവിക്കുന്നു.
ലാലു പ്രസാദ് യാദവിൻ്റെ ആ പഴയ ജംഗിൾ രാജ് കാലഘട്ടം ഇപ്പോഴത്തെ ഭരണവുമായി താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു NDAയുടെ മുഖ്യ പ്രചരണം. അത് വിജയം കണ്ടു. എന്നാൽ മഹാസഖ്യത്തിൽ വ്യക്തമായ ഐക്യമോ വ്യക്തതയോ പ്രകടിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. നേതൃത്വപരമായ ആശയക്കുഴപ്പം തുടക്കം മുതൽ മഹാസഖ്യത്തെ ബാധിച്ചിരുന്നു. മോശം ആശയവിനിമയം, പൊതുവായ ഒരു സന്ദേശത്തിന്റെ അഭാവം എന്നിവയൊക്കെ നിലനിന്നു. പുതിയ തന്ത്രങ്ങളൊക്കെ പാളിപ്പോകുന്ന കാഴ്ചയാണ് മഹാസഖ്യത്തിൽ നമ്മൾ കണ്ടത്. സഖ്യത്തിനകത്തെ കല്ലുകടിയും പരസ്പര ചെളിവാരിയെറിയലും വോട്ടർമാരെ സ്വാധീനിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ അന്ന് 75 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മഹാസഖ്യത്തെ തോളിലേറ്റി BJP JDU സഖ്യത്തെ വെല്ലുവിളിച്ച RJD. എന്നാൽ തേജസ്വി യാദവും RJDയുമൊക്കെ പരാജയത്തിൻ്റെ രുചിയറിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ 75-ൽ നിന്ന് 27-ലേക്ക് അവർ കൂപ്പുകുത്തി. രണ്ടാമത്തെ വലിയ കക്ഷിയായ കോൺഗ്രസിന് 2 അക്കം തികയ്ക്കാൻ കഴിഞ്ഞില്ല. 61 സീറ്റിൽ മത്സരിച്ച് വെറും 5 സീറ്റിൽ കൂപ്പുകുത്തി. 2020-ൽ 19 സീറ്റുകളിൽ മത്സരിച്ച് 12 ഇടങ്ങളിൽ വിജയിച്ച CPI-MLനും ആ പ്രകടനം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 20 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടി 2 സീറ്റുകളിൽ ഒതുങ്ങി. ചുരുക്കത്തിൽ 2010 ശേഷം RJD നേരിട്ട ഏറ്റവും വലിയ തകർച്ച. 2010-ൽ നിതീഷ് കുമാർ തിളക്കത്തോടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് RJD അല്പമെങ്കിലും മെച്ചമുണ്ടാക്കിയത്. 11 സീറ്റുകളിലാണ് മഹാസഖ്യത്തിലെ കക്ഷികൾ ഇത്തവണ സൗഹൃദ മത്സരത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ 5ഇടത്തും കോൺഗ്രസും RJDയും തമ്മിൽ, 4ഇടത്ത് കോൺഗ്രസും CPIയും പരസ്പരം ഏറ്റുമുട്ടി. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ കഹൽഗാമിൽ RJDയും കോൺഗ്രസും പോരടിച്ചപ്പോൾ വിഭജിച്ച വോട്ടുകൾ തുണച്ചത് NDA സ്ഥാനാർത്ഥിയെ. മഹാസഖ്യത്തിന്റെ ഉറച്ച മണ്ഡലമായ ബച്വാരയും അങ്ങനെ കളഞ്ഞുകുളിച്ചു. CPI ജയിച്ചു വന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം നശിപ്പിച്ചെറിഞ്ഞു. കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്കില്ലാത്ത ബീഹാറിൽ അവർക്ക് വിലപേശലിന് പരിമിതികളുണ്ട് എന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തി മെരുക്കാൻ തേജസ്വിക്ക് കഴിഞ്ഞില്ല. ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സീമാഞ്ചൽ മേഖലയിലേറ്റ തിരിച്ചടി ഇപ്പോൾ NDA സഖ്യം വലിയ നേട്ടമായി കരുതുന്നു. അസുദ്ദീൻ ഓവൈസിയുടെ മജ്ലിസ് പാർട്ടി മുസ്ലിം വോട്ടുകൾ പിളർത്തിയാണ് ഇവിടെ NDA നേട്ടം കൊയ്തത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള മഹിള റോസ്ഗാർ യോജന പദ്ധതി. ഇതോടെ നിതീഷ് കുമാർ സ്ത്രീ വോട്ടർമാരെ വൻതോതിൽ NDA പക്ഷത്തെത്തിച്ചു. എല്ലാ കുടുംബങ്ങളിലും സർക്കാർ ജോലി ഉറപ്പാക്കും. സ്ത്രീകൾക്ക് 2,500 രൂപ വീതം മാസം നൽകും. അധികാരത്തിലെത്തിയാൽ ഒരു വർഷത്തെ തുകയായ 30,000 രൂപ ഒരുമിച്ച് നൽകും. ഇതായിരുന്നു മഹാസഖ്യത്തിൻ്റെ വാഗ്ദാനം. എങ്കിലും ഈ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിച്ചില്ല. മറുവശത്ത് മദ്യനിരോധനം വീണ്ടും പുനഃപരിശോധിക്കുമെന്ന മഹാസഖ്യത്തിൻ്റെ പ്രഖ്യാപനം സംശയത്തോടെ സ്ത്രീ വോട്ടർമാർ വീക്ഷിച്ചു. 1990 മുതൽ 2005 വരെ ബീഹാറിൽ നിലനിന്ന യാദവാധിപത്യം, മോദിയും BJPയും NDAയും ഒക്കെ പരിഹസിക്കുന്ന ജംഗിൾ രാജ് തിരികെ വരുമോ എന്ന് ജനം ഭയപ്പെട്ടു. യാദവാധിപത്യം സൃഷ്ടിക്കുമെന്ന പ്രതീതിയുണർത്തി പഴയ ലാലു യുഗത്തിന്റെ ഓർമ്മകൾ തിരിച്ചെത്തിക്കുന്നതിൽ NDA വിജയിച്ചു. 52 ഇടങ്ങളിൽ യാദവ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച RJDക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനും കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ മുസ്ലിം യാദവ സമവാക്യമെന്ന പരമ്പരാഗത RJD വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ വീണു. ആത്യന്തികമായി സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകിക്കൊണ്ടുള്ള നിതീഷ് കുമാറിന്റെ മഹിള റോസ്ഗാർ യോജന പദ്ധതി തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തുറുപ്പുകുലാൻ എന്ന് വ്യക്തം. മഹാസഖ്യം വലിയ പതനത്തിലകപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ. അതിന്റെ അലയൊലികൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ബാധിച്ചിരിക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം നിതീഷ് കുമാറിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വെറും വിജയം മാത്രമായിരുന്നില്ല നിതീഷ് ആഗ്രഹിച്ചത്. കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനത്തിൽ നിന്നും മിന്നുന്ന ജയം. സഖ്യത്തിൽ BJPയോട് വിലപേശി ഉറച്ചു നിൽക്കാൻ ഒരു വലിയ വിജയം ആവശ്യമായിരുന്നുവെന്ന് നിതീഷ് കുമാർ കണക്കുകൂട്ടി. വികസനത്തിന്റെ നായകൻ എന്ന അർത്ഥത്തിൽ ചാർത്തിക്കെട്ടിയ സുശാസൻ ബാബു എന്ന വിളിപ്പേരിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം നിതീഷ് കുമാറിന്. തന്നെ തെരഞ്ഞെടുപ്പിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മുന്നിൽ RJD, ഒപ്പം നിന്ന് കെട്ടിപ്പിടർന്ന് ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ BJP. ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ചിത്രമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ വളരെ ശക്തനായി മാറിയിരിക്കുന്നു.
JDU അപ്രബാധിത്യം അവസാനിപ്പിച്ച് മുന്നണിയിലെ വല്യേട്ടനാകുക എന്ന BJP ലക്ഷ്യം ഇനിയില്ല. നിതീഷ് കുമാറിൻ്റെ വിജയം മുന്നണിയുടെ വിജയമാണ്. അതാണ് സഖ്യത്തിൻ്റെ കെട്ടുറപ്പ്. ഇത് BJP തിരിച്ചറിഞ്ഞു. 2000-ലെ തെരഞ്ഞെടുപ്പിൽ 74 സീറ്റ് BJP നേടിയപ്പോൾ 43 സീറ്റ് മാത്രം JDUവിന്. എന്നിട്ടും സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു. ബീഹാറിൽ ഇക്കുറി ആരാവും മുഖ്യമന്ത്രിയെന്ന് അമിത്ഷായോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം MLA-മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇത് നിതീഷിനെ അന്ന് ചൊടിപ്പിച്ചിരുന്നു. പിന്നീട് നിതീഷ് കുമാറിനെ നരേന്ദ്രമോദി നേരിട്ടെത്തി ആശ്വസിപ്പിക്കുന്ന കാഴ്ച. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ NDA തെരഞ്ഞെടുപ്പ് റെക്കോർഡ് തിരുത്തിക്കുറിക്കുമെന്ന് മോദി റാലിയിൽ വെച്ച് പ്രഖ്യാപിച്ചു. നിതീഷിൽ നിന്നും ബീഹാറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച BJP ഇപ്പോൾ നിതീഷിലൂടെ തങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. BJP മാത്രമായിരുന്നില്ല നിതീഷിൻ്റെ ശത്രു. ഒപ്പം നിന്നില്ലാതാക്കാൻ ശ്രമിച്ച മൂന്നാം കക്ഷി ചിരാഗ് പാസ്വാന്റെ LJP. ഒടുവിലിത 9 തവണ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ 10ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നു. മുഖ്യമന്ത്രി കസേരയിൽ 4 നൂറ്റാണ്ട് തികയ്ക്കാനുള്ള ആ യാത്രയിലാണ് നിതീഷ് കുമാർ. ലാലു പ്രസാദ് യാദവിൻ്റെ സർവാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ബീഹാറിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത നിതീഷിന് പിന്നീട് ചുവട് പിഴച്ചതേയില്ല. നിതീഷ് കുമാറിനെ എക്കാലവും ബീഹാർ ജനത തങ്ങളുടെ നായകനായി കണ്ടു. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലുണ്ടാക്കിയ പുരോഗതിയും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ക്ഷേമ പദ്ധതികളുമാണ് നിതീഷിനെ വ്യത്യസ്തനാക്കിയത്. സ്വന്തം പ്രതിച്ഛായയിൽ ഒരു മുന്നണിയെ നിലനിർത്തുന്ന മായാജാലം അത് നിതീഷ് കുമാറിലൂടെ നമ്മൾ കാണുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.